ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈലാസ് ക്രിയേറ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം അളവിൽ ചെറുപയർ വറുത്ത് ഉലർന്നു വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങയുടെ പകുതിയോളം തിരികെ വെച്ചിട്ടുണ്ട്. 5-6 അല്ലി ചുമന്നുള്ളി, 2 പച്ചമുളക്, 2-3 വെളുത്തുള്ളി, 1/4 സ്പൂൺ ജീരകം. ഇനി നമുക്ക് ഈ പരിപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് 1/2 സ്പൂൺ അളവിൽ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് വിസിൽ കേൾപ്പിക്കണം. ഒരു 4 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഈ പരിപ്പ് നമുക്ക് വെന്ത് കിട്ടും. വെള്ളം കൂടി പോരുത്, ആവശ്യത്തിന് ഒഴിക്കണം. ഇനി നമുക്കിത് വിസിൽ കേൾപ്പിക്കാനായിട്ട് വെക്കാം. ഈ സമയത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും 2-3 അല്ലി ചുവന്നുള്ളിയും കൂടി ഇടണം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ചുവന്നുള്ളി ഇടുന്നതാണ്, ഞാനത് പറയാൻ വിട്ടുപോയി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറ് തുറന്ന് നമുക്ക് വെന്ത പരിപ്പ് എടുത്ത് വെക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ? 4 വിസിലേട്ടപ്പം നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇളക്കണം. വെള്ളം കൂടിപ്പോകരുത്, നല്ലതുപോലെ കുറുകിയിരിക്കണം. ആ പരുവത്തിലുള്ള വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കിയിട്ട് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇതിൽ ചേർക്കണം. കടുവറുത്ത് ചേർക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ ചേർത്താൽ. കടുവറുത്താൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. തിളച്ച് പോകരുത്. തിള വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് കടുവറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടപ്പത്ത് വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ 2 ചുവന്നുള്ളി അരിഞ്ഞതും 2-3 വറ്റൽമുളക് ഇട്ട് നമുക്കൊന്ന് കടുവറുത്തെടുക്കാം. ഈ പരിപ്പ് കറി കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഇതിൻ്റെ കൂടെ അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല സ്വാദായിരിക്കും. കുട്ടികൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും. കടുവറുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റുള്ളൊരു പരിപ്പ് കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.